എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈ അടുത്ത നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊരു ട്രെൻഡ് ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. ഈ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ കോംപ്ലിമെന്റ് അല്ലെ, ഏതാണ്ട് നമുക്ക് ഒരേപോലെയൊക്കെ തോന്നുന്ന, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുന്ന വാക്കുകളായിരിക്കും. പക്ഷെ അതിന്റെ മീനിങ്സ് ഡിഫറെന്റ് ഉണ്ട് അല്ലെ. പിന്നെ PSC ചോദിച്ചിട്ടുള്ളതാണ് സോറ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇത് സെറ്റ് ആക്കാം. അപ്പൊ എല്ലാവരും ക്ലാസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ അതിലെ ഫസ്റ്റ് വേർഡ് ഇറ്റ് ഈസ് ക്രെഡിബിൾ. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിബിൾ എന്ന് പറഞ്ഞാല് വിശ്വസനീയമായിട്ടുള്ള, ക്രെഡിബിൾ. ഓക്കെ, വിശ്വസനീയമായിട്ടുള്ള. ക്രെഡിറ്റബിൾ നോക്കിയേ, ക്രെഡിബിൾ പോലെ തന്നെ ക്രെഡിറ്റബിൾ എന്ന് പറഞ്ഞാല് പ്രൈസ് ആണ്, പുകഴ്ത്തുന്ന, ക്രെഡിറ്റബിൾ. അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അതിന്റെ ക്രെഡിറ്റ് അല്ലെ. അപ്പൊ ക്രെഡിറ്റ് അർഹിക്കുന്ന അല്ലെങ്കിൽ പുകഴ്ത്തുന്ന, പ്രൈസ് ആണ് വരുന്നത് കേട്ടോ. ക്രെഡിബിൾ എന്ന് പറഞ്ഞാല് വിശ്വസനീയമായിട്ടുള്ള, ക്രെഡിറ്റബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രൈസ്. ഇനി ക്രെഡുലസ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സിനോണിംസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ക്രെഡുലസ്, വൺ ഹു ഈസിലി ബിലീവ്സ് അതേഴ്സ്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് പറയാ? ക്രെഡുലസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ക്രെഡിബിൾ എന്ന് പറഞ്ഞാല് വിശ്വസനീയമായിട്ടുള്ള, ക്രെഡിറ്റബിൾ എന്ന് പറഞ്ഞാല് ക്രെഡിറ്റ് അർഹിക്കുന്ന, പ്രൈസ് അല്ലെ. പിന്നെ ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസിലി ബിലീവ്സ് അതേഴ്സ്. ഓക്കെ, അപ്പൊ അത് മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി അടുത്ത് നോക്കാം, കോംപ്ലിമെന്റും. നമ്മുടെ PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള വാക്കാണ് ഈ പറഞ്ഞിട്ടുള്ള കോംപ്ലിമെന്റ് അല്ലെ. അപ്പൊ ആദ്യത്തെ കോംപ്ലിമെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കോംപ്ലിമെന്റ് ആണെങ്കിൽ അവിടെ ആണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ രണ്ട് കോംപ്ലിമെന്റ്, ഉള്ള കോംപ്ലിമെന്റും ഉണ്ട്, ഉള്ള കോംപ്ലിമെന്റും ഉണ്ട്. അപ്പൊ കോംപ്ലിമെന്റ്, നമുക്ക് രണ്ടാമത്തെ കോംപ്ലിമെന്റ് നോക്കാം. ഈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് പ്രൈസ് ആണ്. പ്രൈസ് ചെയ്യുക അല്ലെ, പുകഴ്ത്തുക എന്നുള്ള മീനിങ് ആണ്. അപ്പോ ഉള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ പുകഴ്ത്തുക, പ്രൈസ് ചെയ്യുക. ഉള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ പുകഴ്ത്തുക. ഞാൻ പുകഴ്ത്തി അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തി എന്ന് ഓർത്തു വയ്ക്കാം. അതേസമയം ഉള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ മാത്സിലൊക്കെ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അംശം, അതിനെയാണ് എന്ത് പറയാ? കോംപ്ലിമെന്റ് എന്ന് പറയാ. ഉള്ള കോംപ്ലിമെന്റ് കേട്ടോ. ദ പോർഷൻ ദാറ്റ് ഇസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്, അല്ലെങ്കിൽ ദാറ്റ് വിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പോർഷൻ, അതിനെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയാം. ഓക്കെ, എല്ലാവരും പഠിച്ചല്ലോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം, എല്യൂഡും ഉണ്ട്. സ്പെല്ലിംഗ് നോക്കാം. എല്യൂഡിന്റെ സ്പെല്ലിംഗ് എന്താ? ALLUDE അല്ലെ. എല്യൂഡ് എന്ന് പറഞ്ഞാല് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിൻവറ്റ്, സൂചിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എല്യൂഡ് കേട്ടോ. എല്യൂഡ്, ALLUDE. എല്യൂഡ് എന്ന് പറഞ്ഞാല് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിന്റ് ചെയ്യുക, സൂചിപ്പിക്കുക അല്ലെ, സൂചിപ്പിക്കുക. ഇനി എല്യൂഡ് ഉണ്ട്, അവിടെ ആണ് വരുന്നത്. എല്യൂഡ് എന്ന് പറഞ്ഞാല് ടു അവോയ്ഡ് ആണ് കേട്ടോ. എല്യൂഡ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, എല്യൂഡ് എന്ന് പറഞ്ഞാല് എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, തെറ്റിക്കേണ്ട. അപ്പൊ എല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിൻഡറ്റ് അല്ലെ, അപ്പൊ സൂചിപ്പിക്കുക. എല്യൂഡ് എന്ന് പറഞ്ഞാല് ടു അവോയ്ഡ് ആണ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എല്യൂഡ് ഇനിയിപ്പോ ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ കേട്ടോ, എല്യൂഡ് എന്ന് പറയുമ്പോ എസ്കേപ്പ് ചെയ്യാന്ന് ഓർക്കാം. എസ്കേപ്പ്, ഈ എലീനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ എലി എസ്കേപ്പ് ചെയ്യുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ എല്യൂഡാണ് എസ്കേപ്പ് വരുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ്. എല്യൂഡ് ആണെങ്കിൽ സജസ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് അടുത്തേക്ക് കയറാം. കൺസേർട്ടും കൺസോർട്ടും. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെർഫോമൻസ്. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫോമൻസ്. കൺസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെ. കൺസോർട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോ അതൊക്കെ സോർട്ട് ചെയ്യാനായിട്ട്, അതൊക്കെ എന്താ പറയാ, നമ്മളെ സമാധാനിപ്പിക്കാനും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാനായിട്ടും ഹസ്ബൻഡോ വൈഫോ ഒക്കെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെ. അതാണ് കൺസോർട്ട് കേട്ടോ. അപ്പൊ കൺസോർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ്. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെർഫോമൻസ്. എന്താണ്? പെർഫോമൻസ്. കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത് നോക്കാം, കണ്ടേജിയസ് ഡിസീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. വിച്ച് ഇസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്. ഓക്കെ, കോണ്ടാക്ട് കാരണം സ്പ്രെഡ് ചെയ്യുന്ന ഓരോ ഡിസീസിനെയൊക്കെയാണ് നമ്മൾ കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയാം. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഇസ് സ്പ്രെഡ് ബൈ
കോണ്ടാക്ട് വിച്ച് ഇസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്. ഇനി അടുത്ത വാക്ക് നോക്കിയേ, കോണ്ടിഗ്വസ്. കോണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിനിങ്, നിയർ ബൈ അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്നൊക്കെ ഒരു മീനിങ് അല്ലെ. കോണ്ടിഗ്വസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെയില്ലേ, അടുത്തടുത്തുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കോണ്ടിഗ്വസ്. ഓക്കെ, നിയർ ബൈ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള, കണ്ടിന്യൂസ് എന്നുള്ളൊരു ഏതാണ്ട് ആ ഒരു മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് കോണ്ടിഗ്വസ്. ഓക്കെ, അഡ്ജോയിനിങ്. ആ ജി മാറ്റിയിട്ട് എന്നൊക്കെ ഒന്ന് ഇട്ട് നോക്കുക, കണ്ടിന്യൂസ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കൺസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പെർഫോമൻസ്. കൺസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്. കോണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിനിങ്. ഓക്കെ, ഇത്രയും സെറ്റ് അല്ലേ? നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ഡിഫറും ഉണ്ട്, ഡെഫറും ഉണ്ട്. ഓക്കെ, ഡിഫർ. ഡിഫർ എന്ന് പറയുമ്പോൾ എന്താ, ഡിസഗ്രി ചെയ്യുക അല്ലെ. ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ ഡിഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസഗ്രി ചെയ്യുക. ഇനി ഡെഫർ എന്ന് പറഞ്ഞാലോ, DEFER. ഡെഫർ എന്ന് പറഞ്ഞാല് പോസ്റ്റ്പോൺ ചെയ്യുക. ഡെഫർ എന്താണ്, പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡെഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡെഫറൻസ് എന്ന് പറഞ്ഞാല് റെസ്പെക്റ്റ് ആണ്, അത് തെറ്റിക്കല്ലേ. ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റും, ഡെഫർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, നീട്ടി വെക്കുക. ഡെഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നത്, ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡെഫറൻസ് ആണ് വരുന്നത് കേട്ടോ, തമ്മിൽ മാറിപ്പോണ്ട. ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റും, ഡെഫർ എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റ്പോൺ, നീട്ടി വെക്കുക. ഡിഫർ ചെയ്യുക അല്ലെ, വ്യത്യാസപ്പെടുക അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിഫർ വരുന്നത്. ഇനി നോക്കിയേ, ഡീസെന്റും ഉണ്ട്, ഡിസെന്റും ഉണ്ട്. ഡീസെന്റ് ആയിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിട്ടുള്ള അല്ലെ, വളരെ മാന്യമായിട്ടുള്ള. ഇനി അടുത്ത വേർഡ് നോക്കുകയാണെങ്കിൽ ഡിസെന്റ് ആണ്. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെന്റ് ആണ് കേട്ടോ. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെന്റ്. ഡിസെന്റ് എന്താണ്, ഡിസഗ്രിമെന്റ്. അടുത്തത് ഡിസീസും ഡിസീസും. ഓക്കെ, അപ്പൊ ഡിസീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്താ, സിക്നസ് ആണ്, നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ് ഡിസീസ് അല്ലെ. ഇനി ഡിസീസ് നോക്കിയേ, ഡെത്ത് ആണ് അല്ലെ. ഡിസീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡെത്ത്. ഓക്കെ, അപ്പോ ഈ പഠിച്ച ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിട്ടുള്ള. ക്രെഡിറ്റബിൾ, ക്രെഡിറ്റ് അർഹിക്കുന്ന അല്ലെ, പുകഴ്ത്തുന്ന, പ്രൈസ് ആണ്. ക്രെഡുലസ്, വൺ ഹു ഈസിലി ബിലീവ്സ് അതേഴ്സ്. കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് കംപ്ലീറ്റ്സ്. കോംപ്ലിമെന്റ്, അയ്യുള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക. എല്യൂഡ് ഉണ്ട്, എല്യൂഡ് ഉണ്ട്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യുക. എല്യൂഡ് എന്ന് പറഞ്ഞാൽ എലീനെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഓർക്കുക അല്ലെ, ടു അവോയ്ഡ് അല്ലെങ്കിൽ എസ്കേപ്പ് ആണ്. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ്. കൺസോർട്ട് എന്താ, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്. കോണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിനിങ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറും ഡെഫറും. ഡിഫർ എന്ന് പറഞ്ഞാൽ ഡിസഗ്രി ചെയ്യുക, ഡെഫർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. ഡീസെന്റും ഡിസെന്റും ഉണ്ട്. ഡീസെന്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ, ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസഗ്രിമെന്റ്. ഇനി ഡിസീസ് എന്ന് പറഞ്ഞാൽ സിക്നസും, ഡിസീസ് എന്ന് പറഞ്ഞാൽ സി വരുന്ന കേസ് കേട്ടോ. സീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡെത്ത് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ PSC ക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള 2-3 വാക്കുകളുണ്ട്, അതെല്ലാവരും പഠിക്കുക കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. സൈറ്റ്, SITE, അതേപോലെ തന്നെ SIGHT, പിന്നെ ഏതാ CITE. ഇതിന്റെയൊക്കെ വ്യത്യാസം എന്താ? പ്ലോട്ട് എന്നുള്ള രീതിയിൽ, ഒരു സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്ന സൈറ്റ് ഏതാ, പറയാവോ? ഒരു ക്ലൂ തരാം. അങ്ങനെയുള്ള ഒരു പ്ലോട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റും അല്ലെ, നമുക്ക് കുറെ നേരം നിൽക്കാൻ പറ്റില്ല, കുറച്ചു നേരം നമ്മൾ ഇരിക്കും അല്ലെ. അപ്പൊ സിറ്റുള്ള സൈറ്റ് ആണ് നമ്മുടെ പ്ലോട്ട്. ആലോചിക്കാലോ, സിറ്റുള്ള, ഇരിക്കാൻ പറ്റുന്ന സൈറ്റ് ആണ് നമ്മുടെ പ്ലോട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. മാറിപ്പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തു വെക്കാം. പിന്നെ ഈ സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, കാരണം ലോങ് സൈറ്റഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ്, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് വിഷൻ അല്ലെ, വിഷൻ ആണ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൈറ്റ്. ഇനി ഈ സൈറ്റിന്റെ മീനിങ് എന്താ? ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ റെഫർ ചെയ്യുക അല്ലെ, റെഫർ ചെയ്യുക. സൈറ്റ് എക്സാമ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് CITE. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കിയേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? സൈറ്റ് എന്ന് പറഞ്ഞാൽ SIT എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ആണ്. SIGHT എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വിഷൻ. CITE എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫർ ചെയ്യുക, ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ഡിഫറൻസും ഡെഫറൻസും.
ഡിഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ, നല്ല ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വ്യത്യാസമുണ്ട്, ഡിസിമിലാരിറ്റി. ഓക്കെ, ഡിസിമിലാരിറ്റി. ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, റെസ്പെക്റ്റ് ആണ് അല്ലെ. ഡെഫർ എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റ്പോൺ ചെയ്യുക. ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്പെക്റ്റ് ആണ്. ഓക്കെ എന്ന് വിചാരിക്കണു. ഇനി അടുത്ത് നോക്കാം. എലുസീവ് ഉണ്ട്, ഇലുസീവ് ഉണ്ട്, എലിസിറ്റ് ഉണ്ട്. ഓക്കെ, എലുസീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ, ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ, എലുസീവ്. ഓക്കെ, എലുസീവ്, ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള, എലുസീവ് അല്ലെങ്കിൽ ബാഫ്ലിംഗ്. ഓക്കെ, ഇലുസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസെപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് ബേസ്ഡ് ഓൺ റിയൽ, റിയൽ അല്ലാത്ത ഒന്ന് അല്ലെ. നമ്മുടെ ഈ ഇല്യൂഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെ ഇലുസീവ് കേട്ടോ, ഡിസെപ്റ്റീവ്. ഓക്കെ, ഇനി എലിസിറ്റ് ഉണ്ട്. എലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രിങ് ഔട്ട്, പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെ. ബ്രിങ് ഔട്ട് ആണ്, പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എലിസിറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. നമുക്ക് വേണമെങ്കിൽ എലിസിറ്റ് എന്ന് പറയുമ്പോൾ എലി സിറ്റ് അല്ലെ, നമുക്ക് ഇരിക്കുന്ന എലി, എലി സിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് SIT ആയിട്ടൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ഇരിക്കുന്ന എലിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണം, ബ്രിങ് ഔട്ട് എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ എലി സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിങ് ഔട്ട് ആണ്. കിട്ടുന്നുണ്ടല്ലോ. അതേസമയം എലിയൂഡ് ഉണ്ടായിരുന്നല്ലോ, തമ്മിൽ മാറിപ്പോരുത്. എലിയൂഡ്, എലിയൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, എസ്കേപ്പ് ചെയ്യുക അല്ലെ. എലിയൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ഒന്നും കൂടെ നോക്കാം, എല്ലാവരും കൂടെ തന്നെ പഠിച്ചു പോവാ. ക്രെഡിബിൾ, ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വസനീയമായിട്ടുള്ള അല്ലെ. ക്രെഡിറ്റബിൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. ക്രെഡുലസ്, വൺ ഹു ഈസിലി ബിലീവ്സ് അതേഴ്സ്. കോംപ്ലിമെന്റും കോംപ്ലിമെന്റും, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് കംപ്ലീറ്റ്സ്. കോംപ്ലിമെന്റ് അയ്യുള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ പ്രൈസ്. അല്യൂഡും എല്യൂഡും. അല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിന്റ് അറ്റാണ്. എല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവോയ്ഡ് ആണ്. ഓക്കെ, അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞേ, കൺസേർട്ട് ഉണ്ട്, കൺസോർട്ട് ഉണ്ട്. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെർഫോമൻസ്. കൺസോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ്. കണ്ടേജിയസും കോണ്ടിഗ്യുവസും. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ കണ്ടേജിയസ് ഡിസീസ് അല്ലെ, വിച്ച് ഇസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്. കോണ്ടിഗ്യുവസ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിനിങ്. കോണ്ടിഗ്യുവസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡ്ജോയിനിങ്, അടുത്തടുത്തുള്ള കേട്ടോ. ഇനി ഡിഫറും ഡെഫറും. ഡിഫർ എന്ന് പറഞ്ഞാൽ ഡിസഗ്രി ചെയ്യുക. ഡെഫർ എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെ. ഡെഫറൻസ് ഉണ്ട്, മറക്കണ്ട, റെസ്പെക്ട് ആണ്. ഡീസെന്റും ഡിസെന്റും. ഡീസെന്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിട്ടുള്ള, മര്യാദയുള്ള. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസ്എഗ്രിമെന്റ്. ഡിസീസ്, ഡിസീസ് അല്ലെ. ഡിസീസ് എന്ന് പറഞ്ഞാൽ അസുഖം, സിക്നസ് ആണ്. ഡിസീസ് ആണെങ്കിൽ സി ആണ് വരണമെങ്കിൽ ഡെത്ത് ആണ്. ഓക്കെ, ഡെത്ത് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ സൈറ്റിന്റെ കാര്യം പറഞ്ഞു. SITE ആണെങ്കിൽ പ്ലോട്ട്, SIGHT ആണെങ്കിൽ വിഷൻ, സൈറ്റ് ആണെങ്കിൽ റെഫർ ചെയ്യുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇനി ഡിഫറൻസ്, ഡെഫറൻസ്, ഡിസിമിലാരിറ്റിയും, ഡെഫറൻസ് ആണെങ്കിൽ റെസ്പെക്റ്റും. എലുസീവ്, എലുസീവ് എന്തായിരുന്നു ആലോചിച്ചിട്ട് പറഞ്ഞേ. എലുസീവ്, ഡിഫിക്കൽട്ട് ടു റിമെമ്പർ. എലുസീവ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു റിമെമ്പർ. ഇലുസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലുസീവ്, ഇല്യൂഷൻ ആയിട്ടുള്ള, ഇലുസീവ്. ഡിസെപ്റ്റീവ് അല്ലെ, ഡിസെപ്റ്റീവ്. ഇനി എലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എലിസിറ്റ്, എലിസിറ്റ് ആണ്. സിറ്റ് ചെയ്യുന്ന എലിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കും എന്ന് പറഞ്ഞു അല്ലെ. ബ്രിങ് ഔട്ട് ആണ്. എലിയൂഡ് എന്തായിരുന്നു ആലോചിച്ചിട്ട് പറഞ്ഞേ. എലിയൂഡ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക അല്ലെ, എസ്കേപ്പ് ചെയ്യുക. ഓക്കെ, ഇത്ര എല്ലാവർക്കും സെറ്റ് ആയോ? നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ഓക്കെ, ഇത് ഒറ്റ സ്ട്രെച്ചിന് പഠിക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വായിച്ച് വിട്ട് എന്തായാലും പഠിച്ചെടുക്കുക, കാരണം അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് എമിനന്റ്. സ്പെല്ലിംഗ് നോക്കാം, EMINENT. എമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആണ്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് എമിനന്റ്. ഓക്കെ, ഇമ്മിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുള്ള അല്ലെ, അതിനൊരു വേർഡാണ് ഇംപെൻഡിങ്. പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുള്ള അതിനെയാണ് നമ്മൾ ഇമ്മിനന്റ് എന്ന് പറയാ കേട്ടോ, ഇമ്മിനന്റ്. ഓക്കെ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അപ്പൊ എമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്യൂഷ്ഡും, ഇമ്മിനന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ അല്ലെ, പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുള്ള. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, എലിസിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ്, പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെ, ബ്രിങ് ഔട്ട് അല്ലെങ്കിൽ ഇവോക്ക് ചെയ്യുക. അപ്പൊ അവിടെ തന്നെ ഇലിസിറ്റ് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, ഇലിസിറ്റ് ആയിട്ടുള്ള, ലോ അനുസരിക്കാത്ത, അൺലോഫുൾ, അൺലോഫുൾ. ഓക്കെ, ലോ പ്രകാരം അല്ലാത്ത, നിയമപ്രകാരം അല്ലാത്ത, അതാണ് ഇലിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എലിസിറ്റും ഇലിസിറ്റും. എലിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എലിസിറ്റ്, സിറ്റ് ചെയ്യുന്ന എലീനെ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെ, മാളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാന്ന് ഓർക്കാം, ബ്രിങ് ഔട്ട് ആണ്. ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അൺലോഫുൾ. ഇനി അടുത്ത് നോക്കിയേ, എലിജിബിളും
ഇല്ലെജിബിളും അല്ലെ. എലിജിബിൾ എന്ന് പറഞ്ഞാൽ എലിജിബിൾ കാൻഡിഡേറ്റ് എന്നൊക്കെ പറയും അല്ലെ. ഫിറ്റ് ടു ബി ചോസൺ, സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെ, അതിനാണ് എലിജിബിൾ എന്ന് പറയാം. ഇനി ഇല്ലെജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള, വിച്ച് കനോട്ട് ബി റെഡ്. ഓക്കെ, ഇല്ലെജിബിൾ അതായത് വൃത്തിയായിട്ട് എഴുതാത്ത, നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇല്ലെജിബിൾ. അപ്പൊ എമിനന്റ് എന്തായിരുന്നു? എമിനന്റ്, ഡിസ്റ്റിങ്ക്യൂഷ്ഡ് അല്ലെ. ഇമ്മിനന്റ്, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ, ഇംപെൻഡിങ് എന്ന് പറയാം. എലിസിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന, ഇവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ബ്രിങ് ഔട്ട് ആണ്. ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ അൺലോഫുൾ, ലോ പ്രകാരമല്ലാത്ത. എലിജിബിളും ഉണ്ട് ഇല്ലെജിബിളും ഉണ്ട്. എലിജിബിൾ എന്ന് പറഞ്ഞാൽ ഫിറ്റ് ടു ബി ചോസൺ, ഇല്ലെജിബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി റെഡ്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, ഇത്ര എല്ലാവരും പഠിച്ചോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. എമിഗ്രേറ്റും ഉണ്ട് ഇമിഗ്രേറ്റും ഉണ്ട്. എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എമിഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമിഗ്രേറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഇമിഗ്രേറ്റ് നോക്കാം. ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ കം ഇൻ ടു എ കൺട്രി, അതായത് നമ്മുടെ കൺട്രിയിലേക്ക് വരുന്ന ആൾക്കാർ, അവരാണ് ഇമിഗ്രേറ്റ് എന്ന് പറയുക, ഇമിഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് IN എന്നുള്ള രീതിയിൽ IM ആലോചിക്കാം അല്ലെ, ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് കം ഇൻ ടു എ കൺട്രി. എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന കേട്ടോ, എമിഗ്രേഷൻ, എമിഗ്രേറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇവോൾവും ഉണ്ട് ഇൻവോൾവും ഉണ്ട്. ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഡെവലപ്പ് ചെയ്ത് വരിക. ഇൻവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻവോൾവ് ആയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇൻക്ലൂഡ് ആയി. ഓക്കെ, ഇൻക്ലൂഡ് ആയി. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകളാണ് ഫെസിലിറ്റേറ്റും ഫെലിസിറ്റേറ്റും. ഇതും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫെസിലിറ്റേറ്റ്, ആ ഒരു പേരിൽ തന്നെ നമുക്ക് കിട്ടും ഫെസിലിറ്റി കിട്ടുന്ന അല്ലെ, അല്ലെങ്കിൽ മേക്ക് ഈസി. നമുക്കൊരു ഫെസിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ എളുപ്പമാക്കുക എന്നുള്ളൊരു മീനിങ് അല്ലേ, സുഖകരമാക്കുക. അതാണ് ഫെസിലിറ്റേറ്റ്. ഓക്കെ, ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ഈസി ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഫെലിസിറ്റേറ്റ്. ഫെലിസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേറ്റ് ചെയ്യുക അല്ലെ. ഫെലിസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേറ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക, കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നൊക്കെ മീനിങ് ആണ്. അപ്പോ എമിഗ്രേറ്റ് എന്തായിരുന്നു? ഗോ ഔട്ട് ഓഫ് വൺസ് കൺട്രി. ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കം ഇൻ ടു വൺസ് കൺട്രി. ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്പ് ചെയ്യുക. ഇൻവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡ് ചെയ്യുക. ഫെസിലിറ്റേറ്റ്, ഫെസിലിറ്റി, മേക്ക് ഈസി. ഫെലിസിറ്റേറ്റ് അല്ലെ എന്ന് പറഞ്ഞാല് കൺഗ്രാജുലേറ്റ്. ഓക്കെ, അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു SOAR. SOAR. SOAR എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, പറന്നുയരുക, ഇൻക്രീസ് ചെയ്യുക അല്ലെ. നമ്മുടെ പ്രൈസ് എല്ലാം സോർ ചെയ്തു എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയി, ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഉയർന്നു വരിക, അസെൻഡ് ചെയ്യുക. ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു വേർഡാണ് സോർ, ഇൻക്രീസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ സോർ ഉണ്ട്, SOUR. സോർ എന്ന് പറഞ്ഞാല് പുളിപ്പുള്ള അല്ലെ. സോർ മിൽക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. സോർ മിൽക്ക് എന്ന് പറഞ്ഞാല് പുളിപ്പുള്ള എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. പുളിയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് സോർ, SOUR വരുന്നത്. പിന്നെയുള്ളത് SORE. ഈ സോർ കേട്ടിട്ടുണ്ടോ? സോർ ത്രോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആയിട്ടുള്ള, പെയിൻഫുൾ, അതാണ് SORE വരുന്നത് കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ SOAR എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ചെയ്യുക, പറന്നുയരുക, ഇൻക്രീസ് ചെയ്യുക. SOUR എന്ന് പറഞ്ഞാല് പുളിപ്പുള്ള അല്ലെങ്കിൽ പുളിയുള്ള. SORE എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെയിൻഫുൾ, പെയിൻ ഉള്ള. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ എമിഗ്രേറ്റ് ആലോചിച്ച് നോക്കിയേ. എമിഗ്രേറ്റ് എന്താ? ഗോ ഔട്ട് ഓഫ് വൺസ് കൺട്രി. ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാലോ ഇങ്ങോട്ട് വരുന്ന അല്ലെ, കം ഇൻ ടു വൺസ് കൺട്രി. ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുക. ഇൻവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ഈസി. ഫെലിസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൺഗ്രാറ്റുലേറ്റ്. ഇനി അടുത്ത് നോക്കാം പ്രിസ്ക്രൈബും പ്രൊസ്ക്രൈബും. പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചെയ്യുക അല്ലെ, അഡ്വൈസ് ചെയ്യുക. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാല് അഡ്വൈസ് ചെയ്യുക. പ്രൊസ്ക്രൈബ് ആണെങ്കിലോ, പ്രൊസ്ക്രൈബ് ആണെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുക. ഓക്കെ, നിരോധിക്കുക അല്ലെ, നിരോധിക്കുക. അതിനെയാണ് പ്രൊസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ, തമ്മിൽ മാറിപ്പോരുത്. ഇനി സ്റ്റേഷനറി രണ്ടും ഉണ്ട്. അപ്പൊ സ്റ്റേഷനറി തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണെ. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫിക്സഡ് ആയിട്ടുള്ള. ഇനി സ്റ്റേഷനറി, രണ്ടാമത്തെ സ്റ്റേഷനറി നോക്കിയേ, അവിടെ ആണ് വന്നിട്ടുള്ളത് അല്ലെ. P ആണെങ്കിൽ സ്റ്റേഷനറി, പേപ്പർ, പെൻസിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷനറി കട എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷനറി. അപ്പൊ ഉള്ള സ്റ്റേഷനറി ആണെങ്കിൽ ഈ കട എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിച്ച് വെക്കാം. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഈ കട അല്ലെ,
അപ്പോ രണ്ടാമത്തെ ആണെങ്കിൽ ഈ കട എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ അവിടെ നമുക്ക് പേപ്പർ, പെൻസിൽ, കട എന്നൊക്കെ ഒരു മീനിങ് ആണ്. സ്റ്റേഷനറി, ഈ ഉള്ള സ്റ്റേഷനറി. മറ്റേ എ ഉള്ള സ്റ്റേഷനറി ആണെങ്കിൽ എന്താ, ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുക, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുക, മൂവ്മെന്റ് ഇല്ലാത്ത, അല്ലെ, അതിനെയാണ് സ്റ്റേഷനറി എന്ന് പറയാം. ഓക്കെ, നോക്കാം. വെയിനും വെയിനും വെയിൻ എന്ന് പറഞ്ഞാൽ പ്രൗഡ്. ഓക്കെ, വളരെയധികം എന്താ പറയാ, പ്രൗഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു നാർസിസ്റ്റിക്, അല്ലെ, സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള, അതിനെയാണ് വെയിൻ എന്ന് പറയാ. അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട്, അല്ലെ, ഓൾ ഇൻ വെയിൻ എന്നൊക്കെ പറയാറുണ്ട്. റിസൾട്ട് ഇല്ലാത്ത എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ വെയിൻ നോക്കിയേ, VEIN എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ വെയിൻ എന്ന് പറയാം, അല്ലെ, ബ്ലഡ് വെസൽ, അത് VEIN ആണ്. ഇനി VAIN എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നല്ലെങ്കിൽ റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ നല്ല പ്രൗഡ് ആയിട്ടുള്ള, രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ. കിട്ടുന്നുണ്ടോ? അപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചെയ്യുക, പ്രോസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യുക. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് സ്റ്റേഷനറി, ഈയുള്ള സ്റ്റേഷനറി ആണെങ്കിൽ കട, അല്ലെങ്കിൽ പേപ്പർ, പെൻസിൽ എന്നൊക്കെ ഓർക്കാം. വെയിനും വെയിനും എല്ലാവർക്കും സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കുറച്ച് സ്പെല്ലിംഗ് കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കി, ഇലുമിനേഷൻ. ഇലുമിനേഷൻ സ്പെല്ലിംഗ് എന്താ? രണ്ട് എല്ല് വരുന്നുണ്ട് അല്ലെ, അവിടെ ഇരിക്കണം ചിലപ്പോൾ ഡൗട്ട് വരിക. ഇലുമിനേഷൻ. ഓക്കെ, അപ്പൊ ILLUMINATION, ഇലുമിനേഷൻ. ഓക്കെ, അപ്പൊ നേഷൻ ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ILLUMI. ഓക്കെ, ഫുൾഫില്ലിന്റെ സ്പെല്ലിംഗ് എന്താ? ശ്രദ്ധിക്കണേ, FULFIL ആണ്. നമ്മൾ ഫുൾ എന്ന് പറയുമ്പോൾ FULL ഉണ്ട്, ഫിൽ എന്ന് പറയുമ്പോൾ FILL ഉണ്ട്. ഇത് ഒരുമിച്ച് വരുമ്പോ എന്താ, FULഉം FILഉം ഉള്ളൂ കേട്ടോ. രണ്ട് എല്ല് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ സ്കിൽഫുള്ളും കണ്ടോ, സ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ട് എല്ലുണ്ട്, സ്കിൽ SKILL. അതുപോലെ തന്നെ ഫുൾ എന്ന് പറഞ്ഞാലും രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒരുമിച്ച് വരുന്ന സമയത്ത് സ്കിൽഫുൾ എല്ലാം ഒരു എല്ല് വീതേ ഉള്ളൂ. സെക്രട്ടറിയേറ്റ്. സെക്രട്ടറിയേറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? SECRETARIAT. ഓക്കെ, രണ്ട് സ്ഥലത്തും ഈ ആണ്. സെക്രട്ടറിയേറ്റ്. ഓക്കെ, സെക്രട്ടറിയേറ്റ്. ഇവിടെ TAR ആണ് കേട്ടോ, ടാർ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം, അല്ലെ, സെക്രട്ടറിയേറ്റ്. ഓക്കെ, ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇവിടെ DEN ആണ് കേട്ടോ, ഡെൻ ആണ്. ഇൻഡിപെൻഡൻസിനകത്ത് ഒരു ഡെൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഡയേറിയ. ഡയർ ഹോ ഇയ എന്ന് ഓർക്കാം. ഓക്കെ, ഡയർ DIAR, രണ്ടാറുണ്ട് കേട്ടോ, ഡയർ. പിന്നെ ഹോ HOEA, ഡയേറിയ. ഡയർ ഹോ ഇയ, രണ്ട് ആറുണ്ട് കേട്ടോ, ഡയർ ഹോ ഇയ. മില്ലേനിയം. മില്ലേനിയത്തിന്റെ സ്പെല്ലിംഗ് എന്താ? മില്ലില് പോയിട്ട് എണ്ണി എണ്ണി പൈസ കൊടുക്കും നോക്കാം. മില്ലില് എണ്ണി, ENNI, എണ്ണിയും. മില്ലില് പോയിട്ട് പൈസ എണ്ണി എണ്ണി, മില്ലേനിയം. ഓക്കെ, ഇനി ഇല്ലെജിറ്റിമേറ്റ്. ഇല്ലെജിറ്റിമേറ്റിനകത്ത് രണ്ട് എല്ലുണ്ട്. ഇല്ലെജിറ്റിമേറ്റ്, നമ്മൾ ഇലുമിനേഷൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലെജിറ്റിമേറ്റിനകത്തും രണ്ട് എല്ലുണ്ട് കേട്ടോ, ILLEGITIMATE, ഇല്ലെജിറ്റിമേറ്റ്. അപ്പൊ ഇലുമിനേഷൻ, ഫുൾഫിൽ, സ്കിൽഫുൾ, സെക്രട്ടറിയേറ്റ്, ഇൻഡിപെൻഡൻസ്, ഡയർ ഹോ ഇയ, അല്ലെ, രണ്ടാറ് HOEA, മില്ലേനിയം, ഇല്ലെജിറ്റിമേറ്റ്. കിട്ടുന്നുണ്ടോ? എഴുതി നോക്കണം കേട്ടോ, ജസ്റ്റ് ഇത് കേട്ടുപോയാൽ മാത്രം പോരാ. നമ്മൾ ഈ സ്പെല്ലിംഗ് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ തന്നെത്താനൊന്ന് എഴുതി തന്നെ സെറ്റ് ആക്കണം. ഓക്കെ, ചെയ്ത് നോക്കുക. ഇനി അടുത്തേക്ക് കയറാം. അടുത്ത സ്പെല്ലിംഗ് ഗ്രാമർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, ഗ്രാമർ പഠിപ്പിക്കുന്ന അമ്മയാണ്. അപ്പൊ അതിനകത്ത് അമ്മ തന്നെയാണുള്ള, AMMA ആണ്, അല്ലെ, 6. അപ്പൊ ഈ അല്ല, A ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഗ്രാമർ, അമ്മയാണ് പഠിപ്പിക്കണെന്ന് ഓർത്തോളൂ. ഇനി ലുക്കേമിയയുടെ സ്പെല്ലിംഗ് എന്താ? LEUKAEMIA. ഓക്കെ, LEUK. ലുക്കേമിയ ഉണ്ടോ? അല്ലെ, AEMIA കേട്ടോ, ലുക്കേമിയ. ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ സ്പെല്ലിംഗ് എന്താ? ഡിസ്, പിന്നെ CRIMI, ക്രിമി എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഡിസ്ക്രിമിനേഷൻ, NATION. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ. മെയിന്റനൻസ്. മെയിന്റനൻസിന്റെ സ്പെല്ലിംഗ് MAIN, മെയിൻ. ടെൻ, ആലോചിക്കാലോ, TEN. പിന്നെന്താ? NANCE, മെയിൻ ടെൻ നെൻസ്. നെൻസ് ആണ് കേട്ടോ, NANCE, മെയിന്റനൻസ്.
ഇവിടെ ഇ ആണെന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, 10 എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഇഗ്നോമിനസ്. ഇഗ്നോമിനസിന്റെ സ്പെല്ലിംഗ് എന്താ? IGNO, പിന്നെ മിനി MINIOUS, ഇഗ്നോമിനസ്. ഓക്കെ, IGNOMINEOUS. അപ്പൊ സ്പെല്ലിംഗ് ഒന്നും കൂടെ നോക്കി. ഗ്രാമർ, GRAMMAR. ലുക്കേമിയ, LEUKAEMIA. ഡിസ്ക്രിമിനേഷൻ, DIS, പിന്നെ ക്രിമി, CRIMI, നേഷൻ. മെയിന്റനൻസ്, MEINTENANCE. ഇഗ്നോ, മിനി, OUS, ഇഗ്നോമിനസ്. ഓക്കെ, ഇനി സെപ്പറേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു അല്ലെ. സെപ്പറേറ്റ് ആവാൻ റീസൺ എന്ന് വെച്ചാൽ ഒരു പാര വന്നു എന്ന് ഓർക്കാം. അപ്പൊ ഇവിടെ ഒരു പാര, പിന്നെ എന്താ വരിക? TE ആണ് വരിക. ഓക്കെ, സെപ്പറേറ്റ്, SEPARATE. അസൈൻമെന്റ് സ്പെല്ലിംഗ് എന്താ? ASSIGNMENT, അസൈൻമെന്റ്. ഓക്കെ, ASSIGNMENT, അസൈൻമെന്റ്. കോമ്പീറ്റൻസിയുടെ സ്പെല്ലിങ്ങിനകത്ത് കോമ്പീറ്റ്. ഓക്കെ, COMPETENCY, കോമ്പീറ്റൻസി. ഓക്കെ, കോമ്പീറ്റൻസി. ഇവിടെ ഒരു 10 ഉണ്ട്. നമ്മളെല്ലാവരും 10 കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. 10 ആണ്, TAN അല്ല, TEN പഠിച്ചു വെക്കുക കേട്ടോ. കോമ്പീറ്റൻസി. ബൊക്കയുടെ സ്പെല്ലിംഗ് എന്താ? BOUQUET, ബൊക്കറ്റ് അല്ലെ. BOUQUET, ബൊക്കെ. ഇനി വെജിറ്റബിളിന്റെ സ്പെല്ലിംഗ് എന്താ പറഞ്ഞേ? VEGETABLE അല്ലെ. വെജിറ്റബിൾ നമ്മുടെ ടേബിളിലാണ് ഇരിക്കുന്നത്. അപ്പൊ വെജിറ്റബിൾ, TABLE, വെജിറ്റബിൾ. അടുത്ത സ്പെല്ലിംഗ് കേർണൽ ആണ്. കേർണലിന്റെ സ്പെല്ലിംഗ് എന്താ? COLONEL അല്ലെ, കേർണൽ. കുറച്ചും കൂടെ എളുപ്പത്തിന് കൊളോനെൽ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കേർണൽ ആണ് പ്രൊനൗൺസിയേഷൻ. കൊളോനെൽ, COLONEL, കേർണൽ, കൊളോനെൽ. ഓക്കെ, ഇനി ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്താ? BUREACRACY അല്ലെ. BUREACRACY. ഓംലെറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? ഓംലെറ്റ്, OMELETTE അല്ലെ, ഓംലെറ്റ്. ഓംലെറ്റിന്റെ സ്പെല്ലിംഗ് അതിനകത്ത് 2 T ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. മിക്കവാറും അവിടെ ഇരിക്കും തെറ്റിക്കുക. 2 T ഉണ്ട്, ഡബിൾ ഓംലെറ്റ് ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ 2 T ഉള്ള ഓംലെറ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓംലെറ്റ്. അപ്പൊ സെപ്പറേറ്റ്, അസൈൻമെന്റ്, കോമ്പീറ്റൻസിനകത്ത് എന്താ? 10 ആണ് വരുന്നത്, TN ആണ്. ബൊക്കെ അല്ലെ, ബോക്വറ്റ്. വെജിറ്റബിൾ, വെജിറ്റേബിൾ. പിന്നെ കേർണൽ, കൊളോനെൽ. ബ്യൂറോക്രസി, BUREACRACY. ഓംലെറ്റ് അല്ലെ. അപ്പൊ അതിനകത്ത് 2 T ഉണ്ട്, ഡബിൾ ഓംലെറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി വെക്കേഷന്റെ സ്പെല്ലിംഗ് എന്താ വരിക? VACATION കേട്ടോ. വെക്കേഷൻ, VACATION. 2 C ഇല്ല, 1 C ഉള്ളൂ കേട്ടോ വെക്കേഷനകത്ത്. VACATION. അതേപോലെ തന്നെ വാക്യൂം, ആ വേർഡും കൂടെ ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. വാക്യൂം. അപ്പൊ വാസുവും എന്ന് പഠിച്ചു വെച്ചാൽ മതി. വാസുവും. അപ്പൊ എന്താ? 2 U ആണുള്ളത്. വാസുവും. അപ്പൊ വാക്യൂമിന്റെ സ്പെല്ലിംഗ് VACUUM ആണ് കേട്ടോ. വാസുവും. അല്ലാണ്ട് 2 C ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ വെക്കേഷനകത്ത് 1 C ഉള്ളൂ. നമ്മുടെ വാക്യൂമിനകത്ത് 2 U ആണുള്ളത്, 1 C ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മള് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും അതേപോലെ തന്നെ സ്പെല്ലിങ്ങുമാണ് ഇന്നത്തെ ഒരു സെഷന് ഡിസ്കസ് ചെയ്തത്. പറ്റുന്ന രീതിയിൽ മാക്സിമം കോഡ്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും കമന്റ്സും കൂടെ ഇട്ടേക്കുക. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം, പ്ലോട്ട് എന്ന മീനിങ് വരുന്ന സൈറ്റ് ഏതാണ്? എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.